السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സംക്ഷിപ്തമായി വിവരിക്കുന്ന ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള الأرجوزة الميئية في ذكر حال أشرف البرية എന്ന പേരിലുള്ള കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ കഴിഞ്ഞ ദർസുകളിൽ ഈ കവിതയിലെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തെ മക്ക കാലഘട്ടത്തിൽ നുബുവത്തിന് മുമ്പായി സംഭവിച്ച ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയ സംഭവം, അതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഈ കവിതയിൽ അടുത്തതായി നമുക്ക് വായിക്കാനുള്ളത് അതിലെ 8ാമത്തെ ബൈറ്റാണ്. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, فبعد شهرين انشقاق بطنه وقيل بعد 4 من سنه. ഇവിടെ ഈ ബൈത്തിൽ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർന്ന സംഭവം. അദ്ദേഹം പറയുന്നു, ഫബഅദ ഷഹ്റൈനി 2 മാസങ്ങൾക്ക് ശേഷം, ഇൻഷിഖാഖു ബത്നിഹി അവിടുത്തെ ബത്ൻ അത് പിളരുകയുണ്ടായി. ബത്ൻ എന്ന് പറഞ്ഞാൽ ഉദരം, വയറെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദ്റാണ്, നെഞ്ചാണ്. വഖീല ഇപ്രകാരം പറയപ്പെട്ടിട്ടുണ്ട്, ബഅദ 4 മിൻ സിന്നിഹ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സായതിനു ശേഷമാണ് അത് സംഭവിച്ചത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഫബഅദ ഷഹ്റൈൻ 2 മാസങ്ങൾക്ക് ശേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹലീമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടുന്ന ആ ഒരു കാലാവധി തീർന്നതിന് ശേഷം ഉമ്മ ആമിന ബിൻത് വഹബ് അവരുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു കൊണ്ടുവന്നു.
ശേഷം നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കിയതുപോലെ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു തിരിച്ചു വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ നാട്ടിൽ തന്നെ അഥവാ ബനു സഅദ് ഗോത്രത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ ഹലീമ റളിയല്ലാഹു അൻഹ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയോടത് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അനുവാദം ചോദിക്കുകയും അങ്ങനെ അവസാനം ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അതിന് സമ്മതം മൂളുകയും ചെയ്തു, അതിന് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഹലീമ അസ്സഅദിയ്യ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി വീണ്ടും അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം ഹലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം 2 മാസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളറുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. അല്ല, 4 വയസ്സിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചത് എന്നും പറയപ്പെട്ടിട്ടുണ്ട് എന്ന അഭിപ്രായവും അദ്ദേഹം ഇവിടെ കൊടുക്കുകയുണ്ടായി. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർന്ന സംഭവം ഉണ്ടായത്? അതിൽ 2 അഭിപ്രായങ്ങളാണ് ഉള്ളത്. ആ രണ്ടും ഈ ബൈത്തിൽ തന്നെ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? ഹലീമ റളിയല്ലാഹു അൻഹ അവരുടെ നാട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം 2 മാസങ്ങൾ കഴിഞ്ഞ്, അതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 വയസ്സായതിനു ശേഷം എന്നുമാണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സായതിനു ശേഷമാണ് അവിടുത്തെ നെഞ്ചു പിളർന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ ചരിത്ര പണ്ഡിതന്മാരിൽ പ്രധാനിയാണ്, ഇമാമാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസറിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം അന ദഅവതു അബി ഇബ്രാഹിം. അതെ, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഞാൻ. അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. റബ്ബേ, വബഅസ് ഫീഹിം, അവരിൽ നീ ഒരു റസൂലിനെ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവരിലേക്ക് നീ നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാതിക്, നിന്റെ ആയത്തുകൾ അവരിൽ ഓതി കേൾപ്പിക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന, അവരെ തസ്കിയത്ത് ചെയ്യുന്ന ഒരു റസൂലിനെ നീ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നീ അവരിലേക്ക് നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ വബുശ്റ ഈസ അലൈഹിമസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിന്റെ സന്തോഷ വാർത്തയാണ് ഞാൻ. ഈസാ നബി അലൈഹിസ്സലാം ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സമുദായത്തിന് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയാണ് ഞാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറഅത് ഉമ്മി, എൻ്റെ ഉമ്മ ഒരിക്കൽ കാണുകയുണ്ടായി, സ്വപ്നം കാണുകയുണ്ടായി, ഹീന ഹമലത് ബി, എന്നെ ഗർഭം ചുമന്ന കാലത്ത്, അന്നഹു ഖറജ മിൻഹാ നൂറുൻ, അവരിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വരുന്നു.
അദാഅത് ലഹു ഖുസൂറു ഷാം, അതിലൂടെ ഷാമിലെ കൊട്ടാരങ്ങൾ പ്രകാശിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വസ്തുർദിഉതു ഫീ ബനി സഅദ് ഇബ്നു ബക്കർ, ഞാൻ സഅദ് ഗോത്രത്തിൽ മുലയൂട്ടാൻ ഏൽപ്പിക്കപ്പെട്ടു. ഫബൈന അന മഅ അഖില്ലി ഖൽഫ ബുയൂതിന, അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ സഹോദരനും, അഥവാ മുലകുടി ബന്ധത്തിലുള്ള എൻ്റെ സഹോദരനും ഞങ്ങളുടെ വീടുകളുടെ പിറകിൽ വെച്ച് നർഅ ബഹ്മൻ ലന, ഞങ്ങളുടെ മൃഗങ്ങളെ, കന്നുകാലികളെ മേക്കുകയായിരുന്നു. ഇദ് അതാനി റജുലാനി, അപ്പോഴതാ എൻ്റെ അടുക്കലേക്ക് രണ്ടാളുകൾ വന്നു. അലൈഹിമാ സിയാബുൻ ബീദുൻ, രണ്ട് വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ വന്നു. ബിതസ്തിൻ മിൻ ദഹബിൻ മംലൂഇൻ സൽജ, സ്വർണം കൊണ്ടുള്ള ഒരു പാത്രവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്, അതിൽ മഞ്ഞ് നിറച്ചിട്ടുണ്ട്. ഫഅഖദാനി, ആ രണ്ടുപേരും എന്നെ പിടിച്ചു. ഫശഖ്ഖ ബത്നി, അങ്ങനെ അവർ എൻ്റെ നെഞ്ചു പിളർന്നു. വസ്തഖ്റജ ഖൽബി, അതിൽ നിന്ന് എൻ്റെ ഹൃദയം, ഖൽബ് പുറത്തെടുത്തു. ഫശഖ്ഖാഹു, അതിനെ രണ്ട് ഭാഗങ്ങളാക്കി. ഫസ്തഖ്റജ മിൻഹു അലഖതൻ സൗദാ, ആ ഹൃദയത്തിനകത്ത് നിന്നൊരു കറുത്ത രക്തക്കട്ട അത് പുറത്തെടുത്ത് ഫതറഹാഹ, അത് കളഞ്ഞു. സുമ്മ ഗസല ഖൽബി വബത്നി, ശേഷം എൻ്റെ ഹൃദയവും എൻ്റെ നെഞ്ചും കഴുകുകയുണ്ടായി. ബിദാലിക സൽജ്, ആ സ്വർണം കൊണ്ടുള്ള പാത്രത്തിലുള്ള മഞ്ഞുകൊണ്ട് കഴുകുകയുണ്ടായി. ഹത്ത അൻഖയാഹു, അങ്ങനെ അത് ശുദ്ധീകരിച്ചു. സുമ്മ ഖാല അഹദുഹുമാ ലിസാഹിബി, ആ വന്ന രണ്ടുപേരിൽ ഒരാൾ മറ്റേയാളോട് ചോദിച്ചു, മറ്റേയാളോട് പറഞ്ഞു, സിൻഹു ബിഅശറത്തിൻ മിൻ ഉമ്മത്തിഹി, ഈ വ്യക്തിയെ ഇദ്ദേഹത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട 10 ആളുകൾക്ക് പകരമായി തൂക്കി നോക്കുക. ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട 10 പേർക്ക് തൂക്കി നോക്കുക. ഫവസനനി ബിഹിം, അങ്ങനെ അവർ എന്നെ തൂക്കി നോക്കി, ഞാൻ ഭാരം ഏറുകയുണ്ടായി. സുമ്മ ഖാല സിൻഹു ബിമിഅത്തിൻ മിൻ ഉമ്മത്തിഹി ഫവസനാനി, എന്നിട്ട് അവരിൽ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നുള്ള 100 പേർക്ക് പകരമായി തൂക്കി നോക്കുക. അങ്ങനെ അവർ തൂക്കി നോക്കിയപ്പോൾ ഞാനാണ് ഭാരം കൂടുതലുള്ളത്. സുമ്മ ഖാല, മൂന്നാമത് പറഞ്ഞു, സിൻഹു ബിഅൽഫിൻ മിൻ ഉമ്മത്തി, 1000 പേർക്ക് പകരമായി തൂക്കി നോക്കുക. അങ്ങനെ തൂക്കി നോക്കിയപ്പോൾ അവരെക്കാൾ ഭാരം ഉണ്ടായത് എനിക്കാണ്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്ക്. ഫവല്ലാഹി ലൗ വസൻതഹു ബിഉമ്മതിഹി ലവസനഹ, അല്ലാഹുവാണ് സത്യം, ഈ ഉമ്മത്തിലെ മുഴുവൻ, ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളെ വെച്ച് തൂക്കി നോക്കിയാലും അവരെക്കാൾ ഭാരം കൂടുമാർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെന്ന് ആ വന്ന രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞുവെന്നാണ്. ഈ ഉദ്ധരണിയെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് ഇസ്നാദുഹു ഖവിയ്യുൻ, ഇസ്നാദുഹു ജയ്യിദുൻ ഖവി, ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഹദീസിന്റെ സനദ് പ്രബലമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകമാണത്. ഇതിന് ബലം നൽകുന്ന ഒരു റിവായത്ത്, ഒരു ഉദ്ധരണി ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസായി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം വഹുവ യൽഅബു മഅൽ ഗിൽമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രായത്തിൽ, ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഅഖദഹു ഫസറഅഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് നിലത്ത് കിടത്തുകയുണ്ടായി. ഫശഖ്ഖ അൻ ഖൽബി, എന്നിട്ട് ഹൃദയം പിളർത്തി. ഫസ്തഖ്റജൽ ഖൽബ്, നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്തു. ഫസ്തഖ്റജ മിൻഹു അലഖ, അതിൽ നിന്ന് ഒരു രക്തക്കട്ട പുറത്തേക്കെടുത്തു.
ഫഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഹാദാ ഹദ്ദു ശൈത്താനി മിൻക, ഇതാണ് നിന്നിലുള്ള ശൈത്താന്റെ വിഹിതമാണിത്. എന്നിട്ടത് പുറത്തേക്കെറിഞ്ഞു. സുമ്മ ഗസലഹു, എന്നിട്ട് ഹൃദയം കഴുകുകയുണ്ടായി. ഫീ തസ്തിൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള പാത്രത്തിലെ വെള്ളം, സ്വർണം കൊണ്ടുള്ള പാത്രത്തിൽ നിന്നുള്ള ബിമാഇ സംസമിൻ, അതിൽ സംസം വെള്ളം ഉണ്ടായിരുന്നു. ആ സംസം വെള്ളം കൊണ്ട് ഹൃദയം കഴുകുകയുണ്ടായി. സുമ്മ ലഅമഹു സുമ്മ അആദഹു ഫീ മകാനിഹി, പിന്നീട് അത് കൂട്ടിച്ചേർത്തു, അതിന്റെ സ്ഥലത്ത് തന്നെ വെച്ച് കൂട്ടിച്ചേർത്തു, തുന്നി കൂട്ടിച്ചേർത്തു എന്നാണ്. വജാഅൽ ഗിൽമാനു യസ്ഔന ഇലാ ഉമ്മിഹി, ഇത് കണ്ട് കൂടെയുള്ള കുട്ടികൾ പേടിച്ചുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, ഖാൽ ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, ദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഫസ്തഖ്ബലൂഹു വഹുവ മുൻതഖിഉൽ ലൗൻ, അത് കേട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നിറം മാറിയ ഒരു കോലത്തിലാണ്, രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. ഖാല അനസുൻ, ഈ ഹദീസ് റിവായത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഖദ് കുൻതു അറാ അസറ ദാലികൽ മിഖ്യത്ത് ഫീ സദ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ആ ഹൃദയം കഴുകിയതിനു ശേഷം തുന്നിച്ചേർത്ത ആ തുന്നലിന്റെ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർന്ന സംഭവം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ നെഞ്ചു പിളർന്ന സംഭവം ഒന്നിലധികം തവണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ എത്ര തവണയാണ് ഉണ്ടായത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ 3 തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം പറഞ്ഞവരിൽ പെട്ട പണ്ഡിതനാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഫത്ഹിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സായതിന് ശേഷം, അദ്ദേഹം കുട്ടിയായിരിക്കെ. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്ന സന്ദർഭത്തിൽ, നബുവത്ത് കിട്ടുന്ന സന്ദർഭത്തിൽ, അതേതാണ് 40ാമത്തെ വയസ്സിൽ. മൂന്നാമത്തേത് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ. ഇതാണ് 3 തവണ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായമുള്ളത് 4 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നെഞ്ചു പിളർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. മറ്റു ചില പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ 4ാമത്തെ സന്ദർഭം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വയസ്സുള്ളപ്പോൾ എന്നാണ്. ബാക്കി 3ഉം നേരത്തെ നമ്മൾ പറഞ്ഞ സന്ദർഭങ്ങളാണ്. ഒന്ന് 4 വയസ്സിന് ശേഷം 10 വയസ്സ്, രണ്ടാമത്തെ സന്ദർഭം 10 വയസ്സിന്, മൂന്നാമത്തേത് നബുവത്ത് കിട്ടുമ്പോൾ 40ാമത്തെ വയസ്സിൽ, 4ാമത്തേത് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ. ഇങ്ങനെ 3 തവണയാണ് എന്നും 4 തവണയാണ് എന്നും അഭിപ്രായമുണ്ട്. പക്ഷേ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 2 തവണയാണ് നെഞ്ചു പിളർന്ന സംഭവം ഉണ്ടായത് എന്നാണ്. ഒന്ന് നമ്മളിപ്പോൾ വായിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സ് ഉള്ളപ്പോൾ. രണ്ടാമത്തെ സന്ദർഭം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ്. അത് സൂചിപ്പിക്കുന്ന സഹിഹായ ഹദീസ് നമുക്ക് വായിക്കാം. അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുരിജ സഖ്ഫു ബൈതി വഅന ബിമക്ക, ഞാൻ മക്കയിലായിരിക്കെ എൻ്റെ വീടിന്റെ മേൽക്കൂര തുറക്കപ്പെട്ടു. ഫനസല ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ ഇറങ്ങി വന്നു. ഫഫറജ സദ്രി, എൻ്റെ നെഞ്ച് പിളർന്നു. സുമ്മ ഗസലഹു ബിമാഇ സംസം, എന്നിട്ട് സംസം വെള്ളം കൊണ്ട് എൻ്റെ നെഞ്ച് കഴുകി വൃത്തിയാക്കി. സുമ്മ ജാഅ ബിതസ്തിൻ മിൻ ദഹബിൻ, എന്നിട്ടൊരു സ്വർണം കൊണ്ടുള്ള പാത്രം കൊണ്ടുവന്നു. മുംതലിഉൻ ഹിക്മതൻ വ ഈമാന, ആ പാത്രത്തിൽ ഈമാനും നിറഞ്ഞിട്ടുണ്ട്. ഹിക്മത്തും ഈമാനും നിറച്ചിട്ടുള്ള ഒരു പാത്രമാണത്. ഫഅഫ്റഗഹാ ഫീ സദ്രി, എന്നിട്ട് അത്
ആ ഹിക്മത്തും ഈമാനും എൻ്റെ നെഞ്ചിൽ ഒഴിക്കുകയുണ്ടായി. സുമ്മ അത്ബഖഹു, എന്നിട്ട് പിന്നീട് അത് തുന്നിക്കൂട്ടിച്ചേർത്തു. സുമ്മ അഖദ ബിയദി ഫഅറജ ബി ഇല സമാ, എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് എന്നെയും കൂട്ടി ആകാശത്തേക്ക് ഉയർന്നു പോയി എന്നാണ് ആ ഹദീസ്. ഇതാണ് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട രണ്ട് സംഭവങ്ങൾ. ഇതല്ലാത്ത മറ്റു അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അതൊന്നും തന്നെ സ്ഥിരപ്പെട്ടതല്ല. വല്ലാഹു അഅലം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത വരി ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് പറയുന്നു, വബഅദ സിത്തിൻ മഅ ശഹരിൻ ജാഇ വഫാതു ഉമ്മിഹി അലൽ അബ്വാഇ. ഈ ബൈത്തിൽ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേരെന്തായിരുന്നു? ആമിന ബിൻത് വഹബ്. വബഅദ സിത്തിൻ, 6 വർഷങ്ങൾക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 6 വർഷങ്ങൾക്ക് ശേഷം, മഅ ശഹരിൻ ജാഇ, അതിന്റെ കൂടെ 1 മാസവും കൂടി ചേർക്കുക. അപ്പോൾ 6 വർഷവും 1 മാസവുമായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സും 1 മാസവുമായപ്പോൾ, വഫാതു ഉമ്മിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടു. അലൽ അബ്വാഇ, അബ്വാ എന്ന സ്ഥലത്ത് വെച്ച്. റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് ഉമ്മയുടെ അടുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അഥവാ നെഞ്ചു പിളർന്ന സംഭവത്തിന് ശേഷം ഹലീമ റളിയല്ലാഹു അൻഹ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഉടനെ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചേൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഉമ്മയുടെ അടുക്കിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് അവിടുത്തെ ഉമ്മയുടെയും അതുപോലെ തന്നെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് അവരുടെയും കൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഉമ്മ ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി അവിടുത്തെ ഉപ്പയുടെ സഹോദരന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പോവുകയുണ്ടായി. അവരുടെ കൂടെ ആരുമുണ്ടായിരുന്നു? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സഹാബി വനിതയാണ്. അങ്ങനെ മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അബ്വാ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുകയാണ്. അബ്വാ എന്ന സ്ഥലം മദീനക്കും മക്കക്കും ഇടയിലുള്ള, മദീനയോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ വെച്ച് അവർ മരണപ്പെടുകയാണ്. അവിടെ തന്നെ അവർ മറമാടപ്പെടുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഉമ്മയുടെ മരണശേഷം മക്കയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു. ജനിച്ച് 6 വയസ്സാകുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും മരണപ്പെടുകയാണ്. ഉമ്മയുടെ വാത്സല്യവും സ്നേഹവുമെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഉമ്മയെ നഷ്ടപ്പെടുകയാണ്. ഉമ്മയുമില്ല ഉപ്പയുമില്ലാത്ത രീതിയിൽ യതീമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. പണ്ഡിതന്മാർ പറയുന്നു, യൂത്തുമിന്റെ, അനാഥത്വത്തിന്റെ അങ്ങേയറ്റം കടുപ്പമുള്ള ഒരവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ ഖബർ ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി.
ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. ഹത്താ ഇദാ കുന്നാ ബിവദ്ദാൻ, അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്കൊന്ന് പോയി വരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. പിന്നീട് ഞങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നത് വളരെയധികം വിഷമത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അതൈതു ഖബ്റ ഉമ്മി മുഹമ്മദ്, എൻ്റെ ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ വരുന്നത്. ഫസഅൽതു റബ്ബി അഷ്ശഫാഅത, എൻ്റെ ഉമ്മക്ക് വേണ്ടി ഷഫാഅത്തിന് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു. ഫമനഅനിഹ, എൻ്റെ ഉമ്മാക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചു റബ്ബിനോട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അത് തടഞ്ഞിരിക്കുന്നു. വഇന്നി കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹ, ഞാൻ മുമ്പ് നിങ്ങളെ ഖബർ സിയാറത്തിനെ തൊട്ട് വിലക്കിയിരുന്നു. ഫസൂറുഹ, ഇനി മുതൽ നിങ്ങളത് സന്ദർശിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുകയുണ്ടായി. ഫബകാ വഅബ്കാ മൻ ഹൗല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും ചുറ്റുമുള്ളവരെ കരയിപ്പിക്കുന്ന രൂപത്തിൽ കരഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ കണ്ട് കൂടെയുള്ളവരും കരഞ്ഞുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹ, എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം തേടാൻ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ഫലം യുഅ്ദൻ ലി, അങ്ങനെ ദുആ ചെയ്യാൻ എനിക്ക് അനുവാദം ലഭിച്ചില്ല. എന്നാൽ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ ഞാൻ അനുവാദം ചോദിച്ചു. അല്ലാഹു എനിക്ക് അതിന് അനുവാദം നൽകി. ഫസൂറുൽ ഖുബൂർ, അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാക്ക് പാപമോചനം ചോദിക്കാൻ, പുറത്തു കൊടുക്കാൻ റബ്ബിനോട് തേടാൻ തടഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം അവർ മുസ്ലിമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുസ്ലിമായിരുന്നില്ല. മുസ്ലിമല്ലാത്ത മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടുക എന്നുള്ളത് നബിമാർക്കും വിശ്വാസികൾക്കും പാടില്ലാത്ത കാര്യമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വമാ കാന ലിന്നബി വൽമുഅ്മിനീന, നബിക്കും വിശ്വാസികൾക്കും അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, അയസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കൽ. വലൗ കാനൂ ഉലി ഖുർബ, അവർ കുടുംബക്കാരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് അനുവദനീയമല്ല എന്ന് അല്ലാഹു വിലക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വ്യക്തമാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവിയെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുവാദം കൊടുക്കാതിരുന്നത് അവിടുത്തെ ഉമ്മ മുസ്ലിമല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. അവരും മുസ്ലിമായിരുന്നില്ല. സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഐന അബി, എൻ്റെ ഉപ്പ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ഉപ്പ നരകത്തിലാണ്. വിഷമത്തോടെ തിരിച്ചു പോകുമ്പോൾ അയാളെ തിരിച്ചു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എൻ്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര വലിയ കുടുംബ ബന്ധമുണ്ടായിട്ടും അതുകൊണ്ടൊന്നും പരലോകത്ത് ഒരു ഉപകാരവും ലഭിക്കുകയില്ല. എന്തുകൊണ്ടല്ലാതെ? ഇസ്ലാം കൊണ്ടല്ലാതെ, തൗഹീദ് കൊണ്ടല്ലാതെ
ഒരു നിലക്കുള്ള പ്രയോജനവും എത്ര വലിയ കുടുംബ പരമ്പര ഉണ്ടായിട്ടും കാര്യമില്ല, അതൊന്നും യാതൊരു നിലക്കും പ്രയോജനം ചെയ്യുകയില്ല എന്ന വലിയ പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അവിടെ ഈമാൻ അനിവാര്യമാണ്, തൗഹീദ് അനിവാര്യമാണ്. അതിലൂടെ മാത്രമേ പരലോകത്ത് മോക്ഷം ലഭിക്കുകയുള്ളൂ, രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന വലിയ പാഠമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള അഹ്ലുസുന്നയുടെ അഖീദ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത വരി, വജദ്ദുഹു ലിൽ അബി അബ്ദുൽ മുത്തലിബ് ബഅദ 8 മാത മിൻ ഗൈരി കദിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജദ്ദ്, ഉപ്പാപ്പ, ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ഷൈബത്തുൽ ഹംദ്. ഷൈബ എന്നാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ പേര്. പിന്നീട് അബ്ദുൽ മുത്തലിബ് എന്ന നിലക്ക് ചില കാരണങ്ങളാൽ അറിയപ്പെട്ടതാണ്. യഥാർത്ഥ പേര് ഷൈബ എന്നാണ്, അല്ലെങ്കിൽ ഷൈബത്തുൽ ഹംദ്. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് പറയുന്നു, വജദ്ദുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ, ലിൽ അബ് ഉപ്പ വഴിക്കുള്ള വല്യുപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ ഉപ്പ, അബ്ദുൽ മുത്തലിബ് ബഅദ 8 വർഷങ്ങൾക്ക് ശേഷം മാത മരണപ്പെട്ടു, മിൻ ഗൈരി കദിബ്. അതായത് ഈ പറഞ്ഞത് കളവല്ല, യാഥാർത്ഥ്യമാണ്. അത് കവിത അതിന്റെ പ്രാസമൊപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു വാചകമാണ്. അപ്പോൾ ഇവിടെ അബ്ദുൽ മുത്തലിബിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം, അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മരണശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തത്, വളർത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളെക്കാൾ, മറ്റു പേരമക്കളെക്കാൾ കൂടുതൽ സ്ഥാനവും പരിഗണനയും ആർക്ക് നൽകിയിരുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു ഇരിപ്പിടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുത്തുമായിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഖുറൈശികളിലെ വലിയ ആളുകൾ പോലും ആ വിരിപ്പിലിരിക്കാൻ ധൈര്യം കാണിക്കാറില്ല. കാരണം അത്രയും ഗാംഭീര്യമുള്ള വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ. ആ വിരിപ്പിൽ ഇരിക്കാറില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ചുറ്റും ഇരിക്കുമ്പോൾ അവരാരും വിരിപ്പിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല, നിലത്തായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. അത്രയും വലിയ പ്രമാണിയായിരുന്നു, സ്ഥാനമുള്ള ഗാംഭീര്യമുള്ള വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് അദ്ദേഹത്തിന്റെ വിരിപ്പിലേക്ക് ഇരിക്കാൻ ശ്രമിച്ചു. പക്ഷെ കൂടെയുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു വെച്ചു. ആ സമയത്ത് അബ്ദുൽ മുത്തലിബിന് കണ്ണു കാണില്ല, കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശബ്ദം കേട്ട്, ആളുകൾ പിടിച്ചു വെക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ചോദിച്ചു, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? ആളുകൾ പറഞ്ഞു, താങ്കളുടെ വിരിപ്പിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, വിട്ടേക്ക്, മുഹമ്മദിനെ നിങ്ങൾ വിട്ടേക്ക്, എന്റെ മോനെ നിങ്ങൾ വിട്ടേക്ക്. മുഹമ്മദ് അറബുകളിൽ ഒരാളും എത്തിപ്പെടാത്ത അത്രയും വലിയ ബഹുമതി, അത്രയും വലിയ ആദരവ് മുഹമ്മദിന് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ അത്രയും വലിയ സ്ഥാനവും പരിഗണനയും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സായതിനു ശേഷം മരണപ്പെടുകയാണ്. ഉമ്മയുടെ മരണശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞ്, ഉമ്മ മരിക്കുന്നത് 6 വയസ്സിലാണ്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അതാ വല്യപ്പയും അബ്ദുൽ മുത്തലിബും മരണപ്പെടുകയാണ്. അടുത്ത വരി ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് പറയുന്നു, ثم أبو طالب العم كفل خدمته ثم إلى الشام رحل وذاك بعد عام 12 وكان من أمر بحيرة ما اشتهر. ഈ 2 ബൈത്തുകളിൽ പ്രധാനപ്പെട്ട
ഒന്ന് രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയുടെ മരണശേഷം ഉപ്പയുടെ സഹോദരൻ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത സംഭവമാണ്, വളർത്താൻ വേണ്ടി ഏറ്റെടുത്ത സംഭവമാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സുമ്മ അബൂ താലിബിനിൽ അമ്മു കഫൽ ഖിദ്മതഹു. ശേഷം അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം പിതൃവ്യനായ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിദ്മത്ത് ഏറ്റെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്താൻ, അവിടത്തേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അങ്ങനെയുള്ള ഖിദ്മത്ത് അബൂ താലിബ് ഏറ്റെടുത്തു. അബൂ താലിബിന്റെ യഥാർത്ഥ പേരെന്താണ്? അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബൂ താലിബ് എന്നത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് താലിബ്. ആ മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ടാണ് അബൂ താലിബ് എന്ന കുനിയത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് മരണമാസന്നമായ സന്ദർഭത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫാലത്ത് ഏറ്റെടുക്കാൻ, ഖിദ്മത്ത് ഏറ്റെടുക്കാൻ പിതൃവ്യനായ ഉപ്പയുടെ സഹോദരനായ, അതായത് അബ്ദുൽ മുത്തലിബിന്റെ മറ്റൊരു മകൻ അബൂ താലിബിനെ വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കുകയുണ്ടായി. മറ്റു പിതൃവ്യന്മാരിൽ ആരെയും ഏൽപ്പിക്കാതെ അബൂ താലിബിനെ ഏൽപ്പിച്ചതിന്റെ പിന്നിലുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ളയുടെ ഷഖീഖ്, അഥവാ ഷഖീഖായ നിലക്കുള്ള സഹോദരൻ. ഷഖീഖ് എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരന്മാർക്കാണ് ഷഖീഖ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ളയും പിതൃവ്യനായ അബൂ താലിബ് ഇരുവരുടെയും ഉമ്മ ഫാത്തിമ ബിൻത്ത് അമറാണ്. അപ്പോൾ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന്മാർക്കാണ് ഷഖീഖ് എന്ന് പറയുക. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബിനെ കഫാലത്ത് ഏറ്റെടുക്കാൻ വസിയത്ത് ചെയ്തത് എന്നാണ്. അങ്ങനെ അബൂ താലിബ് വല്യപ്പയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫാലത്ത് ഏറ്റെടുക്കുകയാണ്, വളർത്താൻ ഏറ്റെടുക്കുകയാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിക്കുന്ന കാര്യത്തിൽ, അവിടുത്തെ പരിചരിക്കുന്ന കാര്യത്തിൽ, അവിടുത്തെ വളർത്തുന്ന കാര്യത്തിൽ, ഖിദ്മത്ത് ചെയ്യുന്ന കാര്യത്തിൽ, അവിടുത്തെ തർബിയത്ത് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട വിഷയമാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്താൻ ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് ഒരുപാട് കാലം ജീവിക്കുകയുണ്ടായി. എത്രത്തോളം നുബൂവത്ത് അതിന് സാക്ഷിയായിട്ടുണ്ട് അബൂ താലിബ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായതിന് സാക്ഷിയാണ് അബൂ താലിബ്. മരണപ്പെടുന്നത് ഹിജ്റയോടടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയോട് അടുത്ത വർഷങ്ങളിലാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടി, അവിടുന്ന് പ്രവാചകനായതിനു ശേഷവും അബൂ താലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എത്രത്തോളം ശത്രുക്കളിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകിയിട്ടുണ്ട്. പക്ഷേ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹിജ്റയുടെ അടുത്ത സന്ദർഭത്തിലാണ് മരണപ്പെടുന്നത്. അപ്പോ നുബൂവത്ത് കിട്ടി ഏതാനും വർഷങ്ങൾ, 8-9 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ താലിബ് ഉണ്ട്. സഹായിച്ച് സൗകര്യങ്ങൾ നൽകി, ശത്രുക്കളിൽ നിന്ന് അഭയം നൽകി. ആ അദ്ദേഹത്തിന്റെ സ്ഥാനം, ഖുറൈശികളിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം ഉപയോഗപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകിയിട്ടുണ്ട്, സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. മുശ്രിക്കായിക്കൊണ്ടാണ് മരണപ്പെട്ടത്. അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായി മരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടിട്ടുള്ളത്. ആ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ആഗ്രഹവും ഇഷ്ടവും ഉണ്ടായിരുന്നു അബൂ താലിബ് ഒന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്.
ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അബൂ താലിബ് മരണാസന്നമായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, യാ അമ്മി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, ഒരു വാക്ക് താങ്കൾ അത് പറഞ്ഞാൽ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ വാദിക്കാം എന്ന് പറയുകയാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ ചുറ്റുമുള്ളവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബൂജഹലുണ്ട്, ഖുറൈശികളിലെ മറ്റു നേതാക്കന്മാരുണ്ട്. പക്ഷെ അബൂ താലിബ് അയാൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ് ശരിയായ ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമാണ് ഹഖ് എന്നറിയാം. പക്ഷേ അധികാരം, സ്ഥാനം, പദവി ഇതെല്ലാം കാരണത്താൽ അയാൾ എന്തിന് കൂട്ടാക്കിയില്ല? ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ കൂട്ടാക്കിയില്ല. അയാൾ മരണപ്പെട്ടത് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായി മരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. നബിയെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. എന്നാൽ അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നത്. ഏത് ഹിദായത്താണ്? ഹിദായത്തു തൗഫീഖാണ്. ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഹിദായത്തു തൗഫീഖ്, മറ്റൊന്ന് ഹിദായത്തു ദിലാല. ആളുകൾക്ക് സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക, ഇന്നതാണ് ശരി, ഇന്നതാണ് ഹക്കിന്റെ മാർഗം എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതും ഒരു ഹിദായത്താണ്. ആ ഹിദായത്ത് ആർക്ക് കൊടുക്കാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയും. അവിടുത്തെ ശരീര മുറുകെ പിടിച്ച് കിതാബും സുന്നത്തും അനുസരിച്ച് ദഅവത്ത് ചെയ്യുന്ന ആലിമീങ്ങൾക്കും അറിവുള്ള ആളുകൾക്കും അതിന് സാധിക്കും, ആളുകൾക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ. എന്നാൽ ആ ഹിദായത്തിന്റെ മാർഗം ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് തന്നെ വേണം. അതാണ് ഹിദായത്തു തൗഫീഖ്. എത്ര പറഞ്ഞു കൊടുത്താലും അത് സ്വീകരിക്കാനുള്ള മനസ്സ് അല്ലാഹു നൽകേണ്ടതാണ്. അതാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. താങ്കൾ ഇഷ്ടപ്പെടുന്ന, താങ്കൾ സ്നേഹിക്കുന്ന, താങ്കൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നബിയെ താങ്കൾക്ക് സാധിക്കില്ല. മറിച്ച് അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സുമ്മ ഇല ശാമി റഹൽ, പിന്നീട് ഷാമിലേക്ക് യാത്ര പോയി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാമിലേക്കുള്ള ഒന്നാമത്തെ യാത്ര. വേറെയും യാത്ര വരുന്നുണ്ട്. ഈ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്രായത്തിലുള്ളതാണ്. അത് അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബിന്റെ കൂടെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് യാത്ര പോകുന്നത്. ഖുറൈശികൾ കച്ചവടത്തിനു വേണ്ടി യാത്രകൾ നടത്തിയിരുന്നു. പ്രധാനമായും രണ്ട് യാത്രകളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്ന് സൈഫിലും മറ്റൊന്ന് ഷിതായിലും, ഉഷ്ണകാലത്തും പിന്നൊന്ന് ശൈത്യകാലത്തും. അതിനെക്കുറിച്ചാണ് അല്ലാഹു ഖുറൈശ് സൂറത്തിൽ പറഞ്ഞത്, ലീലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. അഥവാ ഉഷ്ണകാലത്തും ശൈത്യകാലത്തും അവർക്ക് രണ്ട് യാത്രയുണ്ട്. യമനിലേക്കും മറ്റൊന്ന് ഷാമിലേക്കും അവർ പോകാറുണ്ട് കച്ചവട ആവശ്യാർത്ഥം. അങ്ങനെ ഒരു യാത്ര അബൂ താലിബ് കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് പോവുകയുണ്ടായി. അവിടെ അബൂ താലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നു, എന്തിനാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷാമിലേക്ക് കച്ചവട യാത്രയിൽ ഒരു കൂടെ കൂട്ടിയത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ചെറിയ കുട്ടിയാണ്, ഉമ്മയുമില്ല ഉപ്പയുമില്ല, വല്ലിപ്പയും മരണപ്പെട്ടു. പിന്നീട് കഫാലത്ത് ഏറ്റെടുത്തത് അബൂ താലിബാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ ഉപേക്ഷിച്ചു പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നോക്കാൻ അവിടെ ആളുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് കൂടെ കൂട്ടിയത് എന്നാണ്. വദാക ബഅദ ആമി 12. ആ യാത്ര ഉണ്ടായത് എപ്പോഴാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം അപ്പോൾ 12 വയസ്സാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നത്. വകാന മിൻ അംരി ബഹീറ മഷ്തഹർ. ആ യാത്രയിലാണ് ബഹീറയുടെ കാര്യം, പ്രസിദ്ധമായിട്ടുള്ള ബഹീറയുടെ കാര്യം സംഭവിച്ചിട്ടുള്ളത്. ബഹീറ എന്ന് പറഞ്ഞാൽ നസ്രാണിയായ ഒരു പുരോഹിതനാണ്. ആ ബഹീറയുടെ കഥ, സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അതായത് ഖുറൈശികൾ യാത്ര പോകാറുണ്ട് ഷാമിലേക്ക് കച്ചവടാവശ്യാർത്ഥം. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഷാമിലേക്കുള്ള യാത്ര പോകുമ്പോൾ അവർ ഒരു സ്ഥലത്ത് ഇറങ്ങി. ആ സ്ഥലത്ത് ഒരു പുരോഹിതൻ, ബഹീറ എന്ന ഒരു ക്രിസ്തീയ പാതിരി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവർ യാത്ര അവസാനിപ്പിച്ച് ആ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഈ പുരോഹിതൻ അയാളുടെ താമസ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു. പൊതുവേ ഖുറൈശികൾ യാത്ര പോകുമ്പോൾ ആ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുരോഹിതൻ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ ഇത്തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി വന്ന ആ ഒരു യാത്രയിൽ അവർ ആ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഈ പുരോഹിതൻ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ യാത്രക്കാരുടെ ഇടയിലൂടെ ഒരുപാട് ആളുകളുണ്ട്, അവർക്കിടയിലൂടെ കടന്നു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഹാദാ സയ്യിദുൽ ആലമീൻ. ഇത് ലോകരുടെ നേതാവാണ്. 12 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ. ഇത് റബ്ബുൽ ആലമീൻ, അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണിത്. സയബ്അസുഹു അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു ഈ വ്യക്തിയെ ലോകർക്കുള്ള റഹ്മത്തായി, കാരുണ്യമായി, നബിയായി നിയോഗിക്കും എന്ന് ആ പുരോഹിതൻ പറയുകയാണ്. ഇയാളിത് പറയുന്നത് കേട്ടപ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നിനക്കത് മനസ്സിലായത്? അയാൾ പറഞ്ഞു, മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശമുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഭാഗത്ത് ചുമലിന് താഴെയായി ഖാതമുൻ നുബുവ, പ്രവാചക മുദ്രയുണ്ട്. അതിനെക്കുറിച്ചും മുൻകാല വേദഗ്രന്ഥങ്ങളിൽ സൂചനയുണ്ട്. അപ്പൊ ക്രിസ്തീയ പുരോഹിതന്മാർക്ക്, അഹ്ലു കിതാബിലെ പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് അറിയാം. അത് കാരണത്താലും എനിക്ക് ഇദ്ദേഹം നബിയാകുമെന്ന കാര്യം മനസ്സിലായി എന്നാണ്. അങ്ങനെ അദ്ദേഹം ഈ യാത്രക്കാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ പോയി. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തിരിച്ചു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു മാറി ആടുകളെ മേയ്ക്കുന്ന ആളുകളുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിലേക്ക് വരികയാണ്. വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ മേഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കാൻ നോക്കിയപ്പോൾ സദസ്സിൽ ആളുകളെല്ലാവരും തണൽ ഉള്ള സ്ഥലത്ത് ആളുകൾ മുഴുവനായും ഇരുന്നു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനിയിരിക്കാൻ തണലുള്ള സ്ഥലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരുന്നു. ചരിത്രത്തിൽ കാണാം, തണൽ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് തണൽ വന്നു എന്നാണ്. ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ നടന്ന ഒരു സംഭവമാണ് ബഹീറയുടെ സംഭവം. അത് ഉണ്ടായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് പോയ കച്ചവട യാത്രയുടെ ഇടയിലാണ് ആ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത മജ്ലിസിൽ നമുക്ക് വായിക്കാവുന്നതാണ്. وهذا والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.